മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ശ്രീ പിണറായി വിജയൻ സാർ കേരള മുഖ്യമന്ത്രി ജനുവരി മാസം 1-ാം തീയതി കേരളം ഇനി പരസ്യ വിസർജന വിമുക്ത സംസ്ഥാനം ആണ് എന്ന് പ്രഖ്യാപിക്കുകയും കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, പല മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കുന്ന ആ വാർത്ത അദ്ദേഹം TV ചാനലുകളിലൂടെയും പറയുകയുണ്ടായി. മാതൃഭൂമിയിൽ നവംബർ 2-ാം തീയതി നല്ല ഒരു വാർത്തയുമുണ്ട്, വളരെ ഭംഗിയായിട്ടുള്ള വാർത്ത. കേരളം ഇനി പരസ്യ വിസർജന വിമുക്ത സംസ്ഥാനം എന്ന് പറഞ്ഞ ഇതിന്റെ മുകളിൽ നല്ലൊരു വരി കൂടി കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. തീവണ്ടി പാതകൾ വിസർജ്യമുക്തമാക്കാൻ ആവശ്യപ്പെടും. വളരെ നല്ലതാണ്. ഇത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ കാരണം, ഈ ഒക്ടോബർ മാസം 30-31 ദിവസങ്ങളിൽ എല്ലാ ചാനലുകളിലും വളരെ ശാന്തനായി മുഖ്യമന്ത്രി അഭിമാനത്തോടു കൂടി പറയുകയുണ്ടായി, കേരളം ഒരു ഈ പരസ്യമായിട്ട് റോഡ് സൈഡിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അത് അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ഇങ്ങനെ വിവരിച്ചതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ വളരെ നന്നായിട്ട് പറഞ്ഞൊരു വരിയുണ്ട്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു അത്രേ, കേരളത്തെ ഈ പരസ്യ മലമൂത്ര വിസർജന നടത്തുന്ന ഒരു സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റി അത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു അത്രേ. ഈ വരി കേരള മുഖ്യമന്ത്രിയുടെ വരിയാണ്, എൻ്റെ വരിയല്ല. അപ്പൊ പ്രധാനമന്ത്രിയുടെ ആ നിർദ്ദേശം കേട്ടപ്പോ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കും എന്ന് പറയുകയും ഏതാണ്ട് 4-4.5 മാസം കൊണ്ട് ഏതാണ്ട് 1,65,000 ടോയ്ലറ്റുകൾ, ഇത് നല്ല അഡ്വർടൈസ്മെന്റ് ഉണ്ട് കേരള ഗവൺമെന്റിന്റെ അച്ചീവ്മെന്റ് ആയിട്ട്, അത്രയും ടോയ്ലറ്റുകൾ എല്ലാ നോക്ക് ആൻഡ് കോർണറിലും പബ്ലിക് സപ്പോർട്ടോടുകൂടി ഉണ്ടാക്കി. ആ പ്രധാനമന്ത്രി ചോദിച്ച, ആവശ്യപ്പെട്ട, ആഗ്രഹിച്ച ആ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശിരസ വഹിച്ചുകൊണ്ട് അത് ചെയ്യുകയും വളരെ ഭംഗിയായിട്ട് അതിൽ പറയുകയുണ്ടായിട്ടുണ്ട്. രാജ്യത്തെ ജനസാന്ദ്രതയേറിയ ആദ്യത്തെ പരസ്യ വിസർജന വിമുക്ത സംസ്ഥാനങ്ങളായി കേരളം മാറിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. തീവണ്ടികളിൽ നിന്നുള്ള മനുഷ്യ വിസർജ്യം കൂടി ഒഴിവാക്കാനായാൽ മാത്രമേ ശുചിത്വത്തിൽ പൂർണ്ണ നേട്ടം കൈവരിക്കാൻ സംസ്ഥാനത്തിനാകൂ എന്ന് മുഖ്യമന്ത്രി വിജയൻ പറഞ്ഞു. ഇത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും ജീവിത നിലവാരത്തിലും ആരോഗ്യരക്ഷയിലും ഉയർന്ന മാനദണ്ഡങ്ങൾ ഉള്ളതിനാലാണ് ഇത്തരമൊരു നേട്ടം കൈവരിക്കാൻ സംസ്ഥാനത്തിനായത്. 4 മാസം കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി 3 മാസം കൊണ്ട് പൂർത്തിയാക്കാനായി. കേരളത്തിലെ നേട്ടങ്ങളെ 3 ദിവസം മുമ്പ് നടത്തിയ റേഡിയോ പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് മുഴുവനും വായിക്കണില്ല. 941 ഗ്രാമപഞ്ചായത്തുകളിലായി 1,74,720 ശൗചാലയങ്ങളാണ് നിർമ്മിച്ചു നൽകിയത്. 1,74,720 ശൗചാലയങ്ങൾ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്നതിന് ഉദാഹരണമാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷത്തിന് സഹായമുണ്ടാവുമെന്ന്. ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്, കേന്ദ്രം ആര് ഭരിക്കട്ടെ, സംസ്ഥാനങ്ങൾ ആര് ഭരിക്കട്ടെ, ഏത് പാർട്ടിയോ പാർട്ടികളുടെ ഒത്തുചേരലുകളുള്ള പാർട്ടി ഗ്രൂപ്പുകളോ ആര് ഭരിച്ചാലും ഒരു കാര്യം വ്യക്തമാണ്, ആരും ഭരണപക്ഷത്തേക്ക് എന്ന് പറഞ്ഞോ പ്രതിപക്ഷത്തേക്ക് എന്ന് പറഞ്ഞോ ആരെയും തെരഞ്ഞെടുത്ത് അയക്കുന്നില്ല. എല്ലാവരും ഭരണപക്ഷം തന്നെയാണ്. ഭരണകർത്താക്കൾ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ വേണ്ടിയിട്ട് പാർട്ടി എണ്ണസംഖ്യ കുറവുള്ളവര് പ്രതിപക്ഷത്തിരിക്കുന്നു, മറ്റേവർ ഭരിക്കുന്നു. എണ്ണത്തിൽ ഇവരാണ് കൂടുതലെങ്കിൽ ഇവരായിരിക്കും ഭരിക്കുക, മറ്റേവർ ഇപ്പുറത്ത് നിൽക്കും. ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചത് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് കേരള മുഖ്യമന്ത്രിക്ക് ഉണ്ടാവാം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട, നിങ്ങളുടെ അഭിനന്ദനം വേണ്ട എന്ന് വേണമെങ്കിലും പൊളിറ്റിക്കൽ കണ്ണട വെച്ചുകൊണ്ട് പറയാവുന്നതേ ഉള്ളൂ. മാത്രമല്ല 4 മാസം 4.5 മാസം മുമ്പ് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം നൽകിയ
ഒരു സന്ദേശമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണമായത് എന്ന് തുറന്ന് പത്രമാധ്യമങ്ങളിലൂടെ നിരന്തരം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഞാൻ ഇന്ന് രാവിലെ പറയുകയുണ്ടായി, നമ്മുടെ മന്ത്രി KT ജലീലും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും കമ്മ്യൂണിസ്റ്റുകാരായിട്ടും ശബരിമലയിൽ തൊഴാൻ പോവുകയും ആ തൊഴുത് നിന്ന് തീർത്ഥം വാങ്ങിച്ചപ്പോൾ ഉള്ള ഫോട്ടോ എടുക്കുകയും അത് പത്രമാധ്യമങ്ങളിൽ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് നിന്നു കൊടുക്കുകയും എല്ലാം ചെയ്യാനുള്ള ഒരു മനസ്സ്. രാഷ്ട്രീയ ചിന്താധാരയിലൂടെ വിയോജിപ്പുണ്ടാവാം, അത് വേറെ. നിങ്ങൾ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ADMKയും DMKയും സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും, ഒരിക്കലും അവരെ എതിർക്കില്ല. അങ്ങനെ രാഷ്ട്രത്തിന്റെ കാര്യത്തില്, സംസ്ഥാനത്തിന്റെ കാര്യത്തില്, വികസനത്തിന്റെ കാര്യത്തില് ഏത് വ്യക്തിയാണെങ്കിലും ഒരുമിച്ച് ചേരാനുള്ള ഒരു മനസ്സ് അതുണ്ടെങ്കിൽ, ഒന്ന് കേരളത്തെ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രി കാണിച്ച ആ വലിയ മനസ്സ്, രണ്ട് തത്തുല്യമായിട്ടുള്ളത് പ്രധാനമന്ത്രി ഭരിക്കുന്ന ഭാരതത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണോ പ്രധാനമന്ത്രി, അതിനെ ഏറ്റവും അധികം എതിർക്കുകയും കൊലപാതകത്തിൽ തന്നെ പരസ്പരം ചെന്നെത്തുകയും ചെയ്യുന്ന മറ്റേ പാർട്ടി പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം എടുത്തു പറയുകയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം സജഷൻ ആണ് ഇതിന് കാരണമായതെന്ന് പറയുകയും, ആ തുറന്ന മനസ്സ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് എത്ര പുരോഗമിക്കുമായിരുന്നു. പണ്ട് മുതൽക്ക് തന്നെ ഇതൊന്നും ബന്ധമില്ലാത്ത ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ശരിക്ക് ഒരു രാഷ്ട്രം, ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ട്. ഒരു കുട്ടിയായാലും ഒരു കുടുംബമായാലും, ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിച്ചത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഏകദേശ സൗകര്യമൊക്കെ ഉള്ള ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ് സ്പെഷ്യൽ ഇൻവൈറ്റി എന്നുള്ള രീതിയിൽ താമസിച്ചത്. അവിടെ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്ന ആളും എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന ആളും ഇങ്ങനെ ആ കെട്ടിടത്തിന്റെ പല മൂലക്കിലും തുപ്പുന്നത് കണ്ടു. സ്റ്റെയർ കേസിന്റെ ചുവട്ടിൽ തുപ്പ, തൊട്ടപ്പുറത്ത് പോയ മണ്ണിൽ തുപ്പാൻ സൗകര്യമുണ്ട്. അതവർ പഠിച്ച ശീലമാണ്. ആ ശീലം റിക്രൂട്ട്മെന്റ് ചെയ്ത ദിവസം തന്നെ ട്രെയിനിങ്ങിലൂടെ അവരെ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്താൽ ശക്തമായ ശിക്ഷയുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ അവർ ചെയ്യില്ല. ഇനി അവരെ ഈ ശീലത്തിൽ നിന്ന് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയെ ഈശ്വര തുല്യരായിട്ട് സ്നേഹിച്ചവരാ ഭാരതീയര്. അങ്ങേരെ ഈ വൃത്തിയും വെടിപ്പും മലമൂത്ര വിസർജനത്തിനും ഉള്ള നിയമങ്ങളും ക്ലീൻലിനെസ്സും നീറ്റ്നെസ്സും പാട്രിയോട്ടിസവും നാഷണലിസവും എല്ലാം അധികാരത്തിന് വേണ്ടി മറച്ചുവെച്ച് പല രീതിയിലും ലോകത്തിന്റെ മുമ്പിൽ വലിയ ആളാവാൻ ശ്രമിക്കുന്നതിന് പകരം ഈ നാട് ഒന്ന് നന്നാക്കാനും നല്ല സംസ്കാരം സ്വാതന്ത്ര്യ ദിനത്തിന്റെ 1-ാം ദിവസം മുതൽക്ക് 1947 ആഗസ്റ്റ് 16-ാം തീയതി മുതൽക്ക് അതിനു വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ 2 വർഷം കൊണ്ട് നേടാവുന്നതാണ് 70 വർഷം കഴിഞ്ഞ് 2 വർഷം കൊണ്ട് നേടേണ്ടി വന്നത്. അപ്പോ അതേതായാലും പാസ്റ്റ് കനോട്ട് ബി കറക്റ്റഡ്, ഭൂതകാലത്തെ കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന വസ്തുത മുമ്പിൽ വെച്ചുകൊണ്ട് വർത്തമാനകാലത്തെ കറക്റ്റ് ചെയ്യാനും ഒരുമിച്ച് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുകയാണെങ്കിൽ എത്ര ഗംഭീരമായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള വരികളാണ് പിണറായി വിജയൻ പറഞ്ഞതും അതുപോലെ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതും എന്ന് ആ പത്രത്തിൽ വന്ന വാർത്തയും TV-യിൽ ഞാൻ കണ്ടതും കൂടി ചേർത്ത് നിങ്ങളോട് പറയുന്നു. പ്രണാമം, നമസ്കാരം.